ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുത്യം തന്നാഥന്റെ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുത്യം തന്നാഥന്റെ കരവിരുത് മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ ശൈലവും എന്റെ
യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ദൈവത്തിന് സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഇത്രത്തോളം സന്തോഷത്തോടെ, സമാധാനത്തോടെ, സുബോധത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ദൈവം തമ്പുരാൻ നമുക്ക് തന്ന നല്ല സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ക്രിസ്ത്യാനിയുടെയും ഏറ്റവും പരമമായ ലക്ഷ്യം, ഒരു പരമമായ ചിന്ത, ഒരു സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ തറ്റുകിടപ്പാനല്ല, മരണം എന്ന തിരശ്ശീല കഴിഞ്ഞിട്ട് ആ നിത്യരാജ്യത്തിലേക്ക് അവനോടൊപ്പം പാടി സ്തുതിക്കുവാൻ, ആ സന്തോഷം അനുഭവിക്കുവാൻ, ഹല്ലേലൂയ പാടി അവനെ സ്തുതിച്ചുകൊണ്ടിരിപ്പാൻ നോക്കിപ്പാർത്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളായ നാം എല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചൊരു മനോഹരമായ ഉപമ മത്തായി സുവിശേഷകൻ നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ വാക്യം നമുക്കിപ്പോൾ ഒന്ന് കേൾക്കാം. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട് വീട്ടുടയവനോട് സദൃശ്യം. ദൈവത്തിന് സ്തോത്രം. അനേകം സ്ഥലങ്ങൾ, വളരെ വിസ്തൃതമായ മുന്തിരിത്തോട്ടം, അനേകം വേലക്കാരെ ആവശ്യമുള്ള ഒരു മുന്തിരിത്തോട്ടം, അനേകം വേലകൾ ആവശ്യമുള്ളതായ ഒരു മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ, അനേകം പറമ്പുകളുള്ള ആ വീട്ടുടയവൻ വേലക്കാരെ അന്വേഷിച്ച് രാത്രി മുഴുവൻ ഇരിക്കുക. രാത്രി നേരം വെളുക്കുമ്പോൾ മുതൽ അനേകം വേലക്കാരെ എനിക്ക് കിട്ടുമോ, ഈ വേലകൾ അനേകം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. വെളുപ്പിനെ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച, കുറച്ചുപേരെ അവിടെ കാണുകയാണ്. എൻ്റെ പറമ്പിൽ മുന്തിരിത്തോട്ടമുണ്ട്, ആ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ ആവശ്യമാണ്, നിങ്ങൾ വന്ന് വേല ചെയ്യുവിൻ, നിങ്ങൾക്ക് ഒരു ദിനാറ, ഒരു വെള്ളിക്കാശ് ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ പറഞ്ഞൊത്ത് അവരെ വേലയ്ക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. ആ നല്ല മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ പലസ്തീന നാട്ടിൽ പലർക്കും അന്നുണ്ടായിരുന്ന ഒരു കൃഷിയാണ് മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരു നല്ല ഉപമയിലൂടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സംഭവ കഥയാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു കടയിലേക്ക് കയറി ചെന്നു. ആ കട പച്ചക്കറിയും പഴങ്ങളും ഒക്കെയുള്ള ഒരു കടയാണ്. ആ കടയിലേക്ക് കയറി ചെന്നിട്ട് നല്ല മുന്തിയ തരം ആപ്പിൾ ഒരിടത്തിരിക്കുന്നു. അപ്പോൾ ആപ്പിളിൻ്റെ വില ആ കടക്കാരനോടൊന്ന് ചോദിച്ചു. കടക്കാരൻ അയാളോട് പറഞ്ഞു, ഈ 200 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ അദ്ദേഹത്തിന് ഇച്ചിരി വലിയ വിലയായിട്ട് തോന്നി. അപ്പോൾ ആ വില കണ്ടിട്ട് അത് ആപ്പിളൊക്കെ വാങ്ങിക്കാതെ മറ്റു ചില സാധനങ്ങളിലേക്ക് തിരിഞ്ഞു. ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ആ കടയിൽ തന്നെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ അവിടെ വന്നു. ആ വൃദ്ധയായ സ്ത്രീ ഉടനെ ചോദിച്ചു, ഈ ആപ്പിളിൻ്റെ വില എന്നാ മോനെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഈ കടക്കാരൻ പറഞ്ഞു 100 രൂപയാണ്. പെട്ടെന്ന് തന്നെ ഈ വൃദ്ധയായ സ്ത്രീക്ക് ആ 100 രൂപയ്ക്ക് 1 കിലോ ആപ്പിൾ പൊതിഞ്ഞു കൊടുത്തിട്ട് ഈ കടക്കാരൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം നിന്ന യുവാവ് ഞെട്ടിപ്പോയി. ഇദ്ദേഹം എന്തൊരു മനുഷ്യനാണ്! ഈ ഒരേ സമയത്ത് അദ്ദേഹം കടയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സാധനത്തിന് 2 വില പറയുമോ? എന്നോട് അനീതിയല്ല ഈ മനുഷ്യൻ കാണിച്ചത്. പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ ആ കടക്കാരനോട് തട്ടിക്കയറുകയും വഴക്കുണ്ടാക്കുകയും കലഹത്തിലേർപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ കടക്കാരൻ, സുഹൃത്തെ, ഈ സ്ത്രീയെ നിനക്കറിയാമോ? എനിക്കറിയാം. ഈ വൃദ്ധയായ സ്ത്രീ തനിച്ച് ആ വീട്ടിൽ പാർക്കുമ്പോൾ 4 അനാഥ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുക. ഞാനൊരിക്കലും ഒരു ഔദാര്യമായിട്ട് കുറച്ച് രൂപ കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ അതിന് ഔദാര്യം വേണ്ട, എന്നെ ഇതുവരെ കർത്താവ് പുലർത്തി, ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഇനിയും നടത്തും എന്ന് പറഞ്ഞ് അത് ഔദാര്യം സ്വീകരിക്കാതിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ആ പുണ്യപ്രവൃത്തിയിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് ആണ് ഞാൻ ഈ 100 രൂപയ്ക്ക് കൊടുത്തത്. അല്ല, അതിൻ്റെ വില കുറച്ചതല്ല, ഇതിൻ്റെ ഒറിജിനൽ വില 200 രൂപ തന്നെയാണ് എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ ഈ ഉപമയ്ക്കും ഈ ഒരു സംഭവത്തിനും തമ്മിൽ നല്ലൊരു സാദൃശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ നീതിയല്ല കർത്താവിൻ്റെ നീതി. ആ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ തിരക്കി അവൻ ആദ്യ മണിക്കൂറിൽ വന്നല്ലോ. 6 മണി രാവിലെ മുതൽ 6 മണി വൈകിട്ട് വരെയാണ് ആ സമയം നമുക്ക് മനസ്സിലാകാൻ പറ്റും. കാരണം രാവിലെ അവൻ വരുന്നുണ്ട്, പിന്നെ 6 മണിക്ക് തുടങ്ങിയ ആ ജോലിയിൽ 3-ാം മണി നേരത്ത്, അതായത് 9 മണിക്ക്, നമ്മുടെ ഇന്നത്തെ കണക്കിൽ 9 മണിക്ക് അവൻ വീണ്ടും വരിക. അന്നേരം നോക്കിയപ്പോഴാണ് ഈ പട്ടണത്തിൽ കുറച്ച് പേരിങ്ങനെ മെനക്കെട്ട് നിൽക്കുന്ന കാഴ്ച കാണും. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്ന കാര്യം, മെനക്കെട്ട് അവിടെ നിൽക്കുക. നിങ്ങളെന്താ ഈ മെനക്കെട്ട് നിൽക്കുന്നത്? എൻ്റെ തോട്ടത്തിൽ പണിയുണ്ടല്ലോ,
നിങ്ങൾക്ക് പണിക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മതത്തോടു കൂടി വരിക ചെയ്തത്. അങ്ങനെ തന്നെ അവൻ 12 മണി നേരത്തെ നല്ല ഉച്ചയായപ്പോഴും നട്ടുച്ച സമയത്ത് ഇറങ്ങി വന്നപ്പോൾ ഇതുപോലെ കുറച്ച് പേര് മെനക്കെട്ട് നിൽക്കുന്ന കണ്ടു. അതുകൊണ്ട് തന്നെ 3 മണിക്കും വന്നപ്പോൾ, ഉച്ച കഴിഞ്ഞ് 3 മണിയായി, 3 മണിയായപ്പം വന്നപ്പോഴും ഇതുപോലെ തന്നെ. എന്നാൽ പിന്നീട് 2 മണിക്കൂർ കൂടെ ശേഷം 5 മണിയായപ്പം, 6 മണിക്കാണ് പണി തീർക്കേണ്ടത്, 6 മണിക്ക് അതിൻ്റെ കൂലിയെല്ലാം കൊടുക്കേണ്ടത്. പക്ഷേ 5 മണിയായപ്പോൾ അവസാനം വീണ്ടും അവനൊന്ന് വന്നു. കാരണം ധാരാളം വേലകൾ തീർക്കാനുണ്ട്, അനേകർ ഒന്ന് പണിതാലും തീരില്ല. അങ്ങനത്തെ ഒരു വേലയുള്ള ആ ഒരു നിലത്തിലേക്ക് ഈ അവസാന മണിക്കൂറിൽ, അതായത് 5-ാം മണി നേരത്ത് വന്നപ്പോൾ അവരോട് കുറച്ച് പേരവിടെ ഇങ്ങനെ ചന്തസ്ഥലത്ത് ഇങ്ങനെ വഴിക്കാഴ്ചകളും വർണ്ണക്കാഴ്ചകളും മെനക്കെട്ടിങ്ങനെ നോക്കി നിൽക്കുക. സുഹൃത്തുക്കളെ, നിങ്ങളെന്താ ഇങ്ങനെ ഇവിടെ മെനക്കെട്ട് തന്നെ ഈ ദിവസം മുഴുവനും വെറുതെ മെനക്കെട്ട് ഇങ്ങനെ എന്താ നിൽക്കുന്നത്? ഈ അലസമായിട്ട് എങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം എന്നാ? ഞങ്ങളെ ആരും കുലുക്കി വിളിച്ചിട്ടില്ല പ്രഭു എന്ന് പറഞ്ഞു. ഞങ്ങളെ ആരും കുലുക്കി വിളിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഞാനിപ്പം വിളിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് ഒരു വില തരാം. അവരും വന്ന് ഈ മുന്തിരിത്തോട്ടത്തിൽ, ഈ വീട്ടുടയസ്ഥൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുകയാണ്. എന്നാൽ സന്ധ്യയായപ്പോൾ 6 മണിക്കാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതിൻ്റെ 8-ാം വാക്യം നമുക്കിപ്പോൾ വായിച്ചു. 20-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങളുടെ തുടക്കം ഈ സന്ധ്യയായപ്പോഴാണ്, ഈ അവസാന മണിക്കൂറിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവിടം വരെ എല്ലാം ശാന്തമായിട്ടാണ് പോയത്, അവിടം വരെ എല്ലാം സൗഹൃദപരമായിട്ടാണ് പോയത്, അവിടം വരെ അനേകർ ഒരുമിച്ച് വേല ചെയ്തവരാണ്. എല്ലാവരും ഈ വീട്ടുടയവൻ്റെ ആ നല്ല മുന്തിരിത്തോട്ടത്തിൽ വേല് കെട്ടി തിരിച്ചിരിക്കുന്ന മനോഹരമായ ആ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. പക്ഷേ സന്ധ്യയായപ്പോൾ ചില പ്രശ്നങ്ങൾ തുടങ്ങിയാണ്. കാരണം ഈ വീട്ടുടയവൻ ഓരോരുത്തരുടെയും കൂലി നിശ്ചയിച്ച് അവർക്കുള്ള പ്രതിഫലം കൊടുക്കാനായി ഓരോരുത്തരെയും വിളിക്കുവാൻ ആ കാര്യവിചാരകനെ വിളിച്ചു. അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. പിമ്പന്മാർ മുതൽ ഏറ്റവും അവസാനം വന്നവരെ ആദ്യം വിളിക്കുക. സാധാരണ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, ഒരിടത്തും കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ വേല ചെയ്യുന്നവർക്ക് ഏറ്റവും ആദ്യം വിളിക്കുന്നു, അവരെ ആദരിക്കുന്നു, അവർക്ക് പൈസ കൊടുക്കുന്നു, തിരിച്ചു വിടുന്നു. ഏറ്റവും അവസാനം വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നു. ഈ തരത്തിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ ഈ വീട്ടുടമസ്ഥൻ്റെ നീതി വേറൊന്നായിരുന്നു. അവൻ അവസാനം വന്നവരെ വിളിച്ചിട്ട് അവരെ ആദ്യം വിളിക്കുക. ഇതും ആദ്യമുള്ളവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടുമെന്ന് അവർ ചിലപ്പോൾ നിരൂപിച്ചു. ഞങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഈ വീട്ടുടയവൻ ഞങ്ങൾക്ക് ഈ ആദ്യം മുതൽ നിന്നാണല്ലോ, ഈ പകലിൻ്റെ അധ്വാനം മുഴുവനും ഞങ്ങൾ ചെയ്തവരാണല്ലോ, ഈ വെയിൽ മുഴുവൻ കൊണ്ടവരാണല്ലോ, എന്നാൽ ഇത്രയധികം വേല കഷ്ടപ്പെട്ട് ഇന്ന് ചെയ്തവരാണല്ലോ, കൂടുതൽ പ്രതിഫലം കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിച്ച് നിരൂപിച്ചവർ നിന്നു. എന്നാൽ അവർക്കും ആ ഒരേ നാണയം തന്നെയാണ്, ഒരേ വെള്ളിക്കാശ് തന്നെയാണ്, ഒരേ ദിനാർ തന്നെയാണ്. അത് നല്ലൊരു തുകയാണ് കേട്ടോ, നല്ലൊരു തുകയാണ്. ഇന്ന് നമ്മൾ കണക്കൂട്ടുമ്പോൾ അത് ലിവിങ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന $20 തുല്യമാണെന്ന്. $20 എന്ന് പറയുമ്പോൾ ഏകദേശം 1700 രൂപയ്ക്ക് തുല്യമാണ് ഒരു ദിവസത്തെ വേതനമായിട്ട് കൊടുക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് മണി. അത്രയും രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവർ വെറുതെ നിൽക്കുന്നവരായിരുന്നു, ഇവരെല്ലാവരും തന്നെ വെറുതെ നിൽക്കുന്നവരായിരുന്നു. കാരണം ദിവസ വേതനത്തിന് നിൽക്കുന്നവർക്ക് അധികം തുകയൊന്നുമില്ല, അവർക്ക് അധികം ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. എന്തെങ്കിലും കിട്ടിയാലേ അവർക്ക് കഴിക്കാൻ പോലും പറ്റുള്ളൂ. പലരും വിശന്ന് വലഞ്ഞാണ് വൈകുന്നേരം വരെ നിൽക്കുന്നത്. പക്ഷേ എന്നാലും അവരവിടെ തന്നെ നിൽക്കുക. നമ്മൾ വെളുപ്പിനെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ചെറു പട്ടണങ്ങളിൽ പോലും ഇപ്പോൾ 100-200 ആൾക്കാരിങ്ങനെ തറ്റുപിടിക്കുക. ആരെങ്കിലും നിങ്ങളെ വിളിക്കുന്നുണ്ടോ? ചിലപ്പോൾ കുറച്ചൊരു വണ്ടി വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോകും. ഒരു പിക്കപ്പ് വാനിൻ്റെ പുറകിലൊക്കെ പിടിച്ചും ഇരുന്നുമൊക്കെ ഇങ്ങനെ ഈ വേലക്കാർ പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇന്നത്തെ കാലത്ത്, ഈ കേരളത്തിൽ തന്നെ. അങ്ങനെ നിന്നിരുന്ന ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരായ മനുഷ്യർക്ക് അവസാനം ഒരു ദിനാർ ഏകദേശം 1700 രൂപയോളം വൈകുന്നേരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ആദ്യം വന്നവർക്കും ഒരേ കൂലി തന്നെ കൊടുത്തിരിക്കുകയാണ്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 62-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിലും സിയോൻ പുത്രിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവിനെന്ന്. പ്രതിഫലം അവൻ്റെ കയ്യിലുണ്ട്. പ്രതിഫലം ഏറ്റവും കൂടുതൽ കയ്യിൽ വെച്ചിരിക്കുന്നവനാണ്. അവന് ലുബ്ധിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ്റെ വളരെ ജനറസായിട്ട് കൊടുക്കാൻ കഴിവുള്ളവനാണ്. കാരണം പ്രതിഫലം ഇഷ്ടം പോലെ, ധാരാളം പ്രതിഫലമുള്ളവൻ്റെ അവൻ്റെ കയ്യിലാണ് ആ പ്രതിഫലമാണ് ഇരിക്കുന്നത്. അവനാണ് അവസാനം കൂലി നിശ്ചയിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇവർ മറുതലിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. 1-ാം മണിക്കൂറിൽ വന്നവനും 3-ാം മണിക്കൂറിൽ വന്നവരും 9-ാം മണിക്കൂറിൽ വന്നവരും എല്ലാവരും അവനോട് പിറുപിറുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതെന്തിനാണ് അതങ്ങനെ സംഭവിച്ചത്? ആ പിറുപിറുപ്പ് എവിടെ നിന്നാണ് വന്നത്? നമുക്ക് കിട്ടിയതിനകത്തൊരു സന്തോഷം നമുക്ക് അവനുണ്ടായിരുന്നെങ്കിൽ, ഒരു സംതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ,
ഒന്ന് ആലോചിച്ചാൽ അവന് ഈ ഇവർക്കെല്ലാം ജോലി ചെയ്യാനുള്ള യോഗ്യത പോലും ഉണ്ടായിരുന്നില്ല, ഒരു സ്കിൽഡ് ലേബറൊന്നും ആയിരുന്നില്ല. എന്നിട്ടും അവനെ വഴികരികിൽ കണ്ടിട്ട് നിനക്ക് എന്താ ക്വാളിഫിക്കേഷൻ, നിനക്ക് എന്താ എക്സ്പീരിയൻസ്, അതൊന്നും ചോദിക്കാതെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. യാതൊരു എക്സ്പീരിയൻസും ചോദിക്കാതെ വിളിച്ചുകൊണ്ട് വന്ന് കണ്ട വഴിക്ക് വിളിച്ചുകൊണ്ട് വന്ന യാതൊരു യോഗ്യതയില്ലാത്തവരാ. പക്ഷേ അവർ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് അതിൻ്റെ 13-15 വാക്യം അവൻ്റെ മറുപടിയായിട്ട്. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ? നിൻ്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെക്കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ നല്ലവനായതുകൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നുവോ? എനിക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സുപോലെ കൊടുക്കാൻ എനിക്ക് അതിനുള്ള അവകാശമില്ലേ? ചോദിക്കുകയാണ്. എനിക്കതിനുള്ള അവകാശമില്ലേ? ഞാനത് നീ മറ്റുള്ളവർക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു എന്ന് നോക്കി നീ എൻ്റെ നേരെ നീ കണ്ണ് കടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നോട് നീ അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ? കർത്താവിൻ്റെ ചില വാക്കുകളാണ്. എന്നോട് പെറുപെറുക്കേണ്ട ആവശ്യമുണ്ടോ? ആ പെറുപെറുപ്പ് നമ്മുടെ ജീവിതത്തിൽ ആ പെറുപെറുപ്പ് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അനേകം പെറുപെറുപ്പുകൾ. കർത്താവേ, നീ എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു? ഞാൻ ഇത്രയും കാലം വേറെ ചെയ്തിട്ടും ഇത്ര കാര്യം ഇന്ന കാര്യങ്ങളെല്ലാം എണ്ണി ഞാൻ ചെയ്തിട്ടും എനിക്കെന്തുകൊണ്ട് ഇത് വന്നു? എൻ്റെ കാര്യത്തിൽ മാത്രം നീ എന്താ ഇങ്ങനെ ചെയ്തത്? കർത്താവ്, നീ എന്നെ കാണുന്നില്ലേ? അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള പെറുപെറുപ്പ് നമ്മുടെ വേലക്കാർക്കായിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മനം തിരിയേണ്ട സമയമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ വിളിച്ചല്ലോ, നമ്മളെ ക്ഷണിച്ചല്ലോ, നമ്മൾ അവൻ്റെ വേലയ്ക്ക്, അവൻ്റെ വിശുദ്ധമായിട്ടുള്ള വേലയ്ക്ക്, അവൻ്റെ ഏറ്റവും പുണ്യമായിട്ടുള്ള വേലയ്ക്ക്, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവിൻ എന്ന് പറയുന്ന ആ വലിയ വേലയ്ക്ക് കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ, അവൻ്റെ വയലിൽ നമ്മൾ വേല ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അവൻ്റെ വേലക്കാരാകുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു വിശുദ്ധിയോടുകൂടി നമ്മൾ വേല ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു പിറുപിറുപ്പില്ലാതെ നമ്മൾ ഒരു വേല ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു അലസമായിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്രയുള്ള സാഹചര്യത്തിൽ അവൻ പറയാം, എനിക്കിതിൻ്റെ അവകാശമില്ലേ? നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ട്. അവൻ മനസ്സലിയുന്നവനാണ്. ഈ പിമ്പനായിട്ട് വന്നിരിക്കുന്നവർ ഏറ്റവും അവസാനത്തെ മണിക്കൂറിൽ വന്നവനും ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയോട് മനസ്സലിയുവാൻ എനിക്ക് മനസ്സുണ്ട് പ്രിയനെ. സ്നേഹിത എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. എനിക്കതിന് മനസ്സുണ്ട്. വീണ്ടും ചിന്തിക്കൂ എന്നാണ് അവനോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി ഇത്രയും തെറ്റിപ്പോയി, ഇത്രയും പിറുപിറുപ്പുള്ള ഇസ്രായേൽ ജനം നമ്മൾ ഓർക്കുന്നുണ്ട്. അവരെ എന്തെല്ലാം പ്രൊട്ടക്ഷനിലൂടെ കർത്താവ് കൊണ്ടുവന്നു. അവർക്ക് ദാഹിച്ചപ്പോൾ വെള്ളവും, വിശന്നപ്പോൾ കാടയിറച്ചിയും, മന്ന എന്ന വിഭവവും എല്ലാം കൊടുത്തപ്പോഴും അവർ കർത്താവിനെതിരെ പിറുപിറുത്ത കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 106:25 ഈ ഇസ്രായേൽ ജനത പിറുപിറുക്കുന്ന കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ കൂടാരങ്ങളിൽ പാർത്തപ്പോഴും കർത്താവിനോട് പിറുപിറുത്തുകൊണ്ടിരുന്നു. അത് കർത്താവിന് ഒരിക്കലും സഹിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് 15:24 പുറപ്പാടിലും ഇതുപോലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ പിറുപിറുക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. പലപ്പോഴും പിറുപിറുക്കുന്ന ആ കാഴ്ച അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സാധാരണ ക്രിസ്ത്യാനികളുടെ, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ആ കുറ്റം പറച്ചിലുണ്ട്. എളിയൊരു കുറ്റം പറച്ചിൽ, ഒരു അസംതൃപ്തി ഇല്ലാത്ത ഒരു അവസ്ഥ, അസംതൃപ്തിയുടെ വാക്കുകൾ, എപ്പോഴും നിരാശയുടെ വാക്കുകൾ, അത് എപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കിയുള്ള ഒരു നിരാശയുടെ വാക്കുകൾ, അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് അസൂയപ്പെടുന്ന ചില വാക്കുകൾ നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് പറ്റും. പുറപ്പാട് 15:24 ഇങ്ങനെ പറയുന്നു, അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും, ഞങ്ങൾ ഈ മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ദാഹിച്ചപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് വിചാരിച്ച് ഈ മോശയോട് പിറുപിറുത്തു. പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുത്തു. മോശയ്ക്കും അഹ്റോനും വിരോധമായിട്ടാണ് അവർ പിറുപിറുക്കുന്നത്. പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ നേരെയാണ് പിറുപിറുക്കുന്നതെന്ന് അവരറിഞ്ഞില്ല. മോശയോടാണ് അവർ ചോദ്യങ്ങൾ, മോശയാണ് അവരെ നടത്തുന്നതെന്ന് അവർ വിചാരിച്ചത്. അവർ മോശയുടെ അത്ഭുതങ്ങൾ അവർ കണ്ടത്. പക്ഷേ അതിൻ്റെ പിറകിൽ നിൽക്കുന്ന നിത്യനായ ദൈവത്തെ കാണാൻ ഒരു പക്ഷേ അവർക്ക് പ്രാപ്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പിറുപിറുത്തവർ
പാലും തേനും ഒഴുകുന്ന ആ കനാൻ ദേശത്തേക്ക് കാലുകുത്താൻ പറ്റിയിട്ടില്ല. രണ്ട് പേർക്കാണ് ആ ദേശത്തേക്ക് കാലുകുത്താനായിട്ട് പറ്റിയത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വളരെ പരിതപിച്ചുകൊണ്ട് സംഖ്യാപുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ വീണ്ടും കർത്താവ് വളരെയധികം ഈ പിറുപിറുപ്പെല്ലാം കണ്ട് എന്നോടാണ് നിങ്ങൾ പിറുപിറുത്തതെന്ന് 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ മോശയോടല്ല പിറുപിറുത്തത്, നിങ്ങൾ മോശയോടല്ല, നിങ്ങൾ അഹരോനോടല്ല, നിങ്ങളെ നടത്തിയവരോടല്ല, എന്നോട് തന്നെയാണ് പിറുപിറുത്തത്. അതെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു, അതെല്ലാം ഞാൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ കൂടാരങ്ങളിൽ വെച്ച് പറഞ്ഞത്, നിങ്ങൾ ആരും കേൾക്കാതെ നിങ്ങൾ എന്നോട് പിറുപിറുത്തത് എല്ലാം ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 14:27. ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും, ഇസ്രായേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറവീൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നമ്മുടെ ജീവിതം കഴിഞ്ഞാൽ നമ്മളോട് പകരം ചെയ്യുന്നവനായ ഒരു ദൈവമുണ്ട്. ഒരു ദിവസം ഈ സന്ധ്യയാകുമ്പോഴാണ്, ഏറ്റവും അവസാനത്തെ മണിക്കൂറിലാണ് ആ പ്രശ്നം വരുന്നത്. ഇപ്പോൾ നമുക്ക് മനം തിരിയണം, ഇപ്പോൾ നമുക്ക് തിരിഞ്ഞ് നമ്മുടെ എല്ലാ പിറുപിറുപ്പും നമുക്ക് അവസാനിപ്പിക്കണം. കാരണം ലോകത്തിൻ്റെ നീതിയല്ല, ഈ ഒരു രാജ്യത്തിൻ്റെ നീതിയല്ല, ഇന്ത്യയുടെ നീതിയല്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നീതിയല്ല, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള നീതിയല്ല ദൈവത്തിൻ്റെ നീതി, ഏതെങ്കിലും രാജ്യങ്ങളുടെ നീതിയല്ല ദൈവത്തിൻ്റെ നീതി. അതാ പറഞ്ഞത്, അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നീതിയല്ലേ. ദൈവത്തിന് സ്തോത്രം. മുന്നമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം എല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കർത്താവ് അരുളി ചെയ്തത്. കർത്താവിൻ്റെ നീതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കർത്താവിൻ്റെ അപരിമേയമായ ആ നീതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കർത്താവിൻ്റെ വളരെ വ്യതിരിക്തമായിട്ടുള്ള ഒരു നീതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കർത്താവിൻ്റെ അന്യാദൃശ്യമായ ഒരു നീതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കർത്താവിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നീതിയാണ്, ഒരു വ്യക്തിപരമായിട്ടുള്ള നീതിയാണ് നാം അന്വേഷിക്കേണ്ടത്. ഓരോ വ്യക്തിയും താങ്ങുന്ന, ഓരോ വ്യക്തിയും കരുതുന്ന, വളരെ ജനറസ് ആയിട്ടുള്ള, എല്ലാവരോടും കരുണയായിട്ടുള്ള, ഒരു ചെകിട്ടത്തടിക്കുന്നവനും മറ്റേ ചെകിട്ടും കൂടെ കാണിച്ചു കൊടുക്കുന്ന, മാറ്റെങ്ങും കാണാത്ത അന്യാദൃശ്യമായിട്ടുള്ളൊരു നീതിയാണ് കർത്താവിൻ്റെ നീതി. ദൈവത്തിന് സ്തോത്രം. നമ്മളത് ഈ കഥയിൽ കാണുന്ന കാര്യം, പരിധികളില്ലാത്ത ഒരു നീതിയാണത്. ഒരു തരത്തിലും ഒരു അതിര് വെച്ചിട്ടില്ലാത്ത നീതിയാണ്. ഏതെങ്കിലും ഒരു നിങ്ങളിപ്പം നമ്മുടെ രാജ്യത്ത് നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യയോടും പിണങ്ങി കിടന്നു കഴിഞ്ഞാൽ, ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോട് പിണങ്ങി കിടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, മുഖം കടുപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ, കുട്ടികളോട് മിണ്ടാതിരുന്നാൽ, ദേഷ്യപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ പോലീസ് പിടിക്കില്ല പ്രിയരെ. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിത്യനായ ദൈവമുണ്ട്. നിത്യനായ ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് നാം മറഞ്ഞിരിക്കുന്നില്ല. നാം മനസ്സ് തിരിയേണ്ട സമയമല്ലേ ഈ അവസാനത്തെ മണിക്കൂറിൽ, ഈ സന്ധ്യയാകുന്ന ഈ നേരത്ത് നാം മനസ്സ് തിരിഞ്ഞില്ല എങ്കിൽ, നമ്മൾ എളിമപ്പെട്ടില്ലെങ്കിൽ, നാം വിനയപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ പോക്ക് അങ്ങോട്ടാണ് പ്രിയരെ. നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവൻ്റെ ഉറപ്പായ ഒരു നീതിയുണ്ട്. അവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ 1 ദിനാറയാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും 1 വെള്ളിക്കാശാണ് കൊടുക്കുന്നത്. അതിനകത്ത് അയവ് വരുത്തുന്നവനല്ല, എല്ലാവർക്കും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കതായിട്ടുള്ള ഒരു നീതി അവൻ്റെ പക്കലുണ്ട്. ആ തരത്തിലുള്ള ഒരു പ്രതിഫലം അവൻ്റെ പക്കലുണ്ട്. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാതെ, ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവ് പോലും ഈ മണ്ണിൽ, ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി ഇവിടെ തന്നെ പൊടിഞ്ഞു കിടക്കാനല്ലാതെ ആ നിത്യതയുടെ ആ ശോഭയേറിയ തീരത്തേക്ക് എത്തിച്ചെടുക്കുവാനുള്ള സ്നേഹത്തിൻ്റെ നീതിയാണത്. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാവരെയും കരുതുന്ന ഒരു ഇൻക്ലൂസീവ് നീതിയാണ്, അല്ല ഒരു എക്സ്ക്ലൂസീവ് അല്ല. എല്ലാവരെയും കരുതുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, മനസ്സ് തിരിയാൻ ഈ അവസാനത്തെ മിനിറ്റ് വരെ, ഈ സന്ധ്യയാകുന്നതിന് തൊട്ട് മുമ്പ് വരെ മനസ്സ് തിരിയാൻ നമുക്ക് സമയം നീട്ടിത്തന്നിരിക്കുന്നല്ലോ പ്രിയരെ. അത് നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണ്ടേ? ഈ സമയം നാം തക്കത്തിൽ ഉപയോഗിക്കണ്ടേ? ദൈവത്തിൻ്റെ സ്തോത്രം. വ്യക്തിപരമായ എന്നൊരു നീതിയാണത്. വ്യക്തിപരമായ, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മളെല്ലാവരെയും പേര് വിളിച്ചറിയുന്നവനായ ഒരു നല്ലവനായ ദൈവം ജീവിക്കുന്നുണ്ട്. നാം മനസ്സ് തിരിയുന്നുണ്ടോ? നാം മാനസാന്തരപ്പെടുന്നുണ്ടോ? നാം ശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നുണ്ടോ? വ്യക്തമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി കർത്താവിൻ്റെ പാതയിൽ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് യോഗ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ അവൻ്റെ പിന്നാലെ വരുന്നുണ്ടോ? ഇതെല്ലാം സഹിച്ച് കാല് കഴുകി കാണിച്ചവൻ്റെ പാത പിന്തുടർന്ന് പോകുവാൻ നമുക്ക് മനസ്സുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? നമ്മുടെ അലസത ഉപേക്ഷിക്കുക. നമ്മൾ 5 കാര്യങ്ങൾ ഈ കഥയിൽ നമ്മൾ നോക്കുമ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അലസരായി നിൽക്കരുത്. ചന്തസ്ഥലത്ത് നടക്കുന്ന ഈ വർണ്ണ കാഴ്ചകൾ കണ്ട് മയങ്ങി, ഈ ചന്തയിൽ കാണുന്ന എല്ലാ പ്രവൃത്തികളും, ആ മരണ സംസ്കാരത്തിന് അടിമപ്പെട്ട് നാം നിൽക്കണമോ? ഈ മ്ലേച്ഛ സംസ്കാരത്തിന് അടിമപ്പെട്ട് നിൽക്കണമോ? അവിടെ വലിയ കാഴ്ചകളുണ്ട്. ഈ അമ്പാറ്റകളെ പോലെ യുവതലമുറകൾ അതിനായിട്ട് ഓടിപ്പോകുന്നത് നാം കാണുന്നുണ്ട്. പെൺകുട്ടികൾ പോലും
എന്ത് കാര്യങ്ങൾക്ക് വേണ്ടും കലാലയങ്ങളിൽ പോലും വൃത്തികേടുകളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിക്കാത്ത ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ഈ തലമുറ ഒന്ന് മറിഞ്ഞു പ്രിയരെ. പ്രത്യേകിച്ചും ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു? ഞങ്ങൾ അധ്യാപകരായിട്ടുള്ള ആൾക്കാരെല്ലാം വിഷമിച്ച് നിൽക്കുന്നുണ്ട്, ദുഃഖിച്ച് നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ തലമുറയൊന്ന് മറിഞ്ഞ കാര്യം, ഈ പെൺകുട്ടികളൊന്ന് കയറി മറിഞ്ഞ കാര്യം നമുക്കൊന്ന് കാണുന്നുണ്ട്. ആൺകുട്ടികളും മോശമല്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സെക്സ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, ഒരു സിൻ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഈ ലോകത്ത് നാം വ്യതിരിക്തരായി വേല ചെയ്തില്ല എങ്കിൽ, കർത്താവിന് വേണ്ടി സദാ ജാഗരൂകരായി വേല ചെയ്തില്ല എങ്കിൽ, കാവൽക്കാരാ രാത്രി എന്തായി എന്നുള്ള ചോദ്യം നമ്മളോട് നിൽക്കുന്നു. നീ എന്നെ കാവൽക്കാരനായിട്ട് ഞാനിവിടെ വേല ഏൽപ്പിച്ചപ്പോൾ നിന്റെ ജഡത്തെ നീ കാവൽ ചെയ്തോ? നിന്റെ വീടിന് നീ കാവൽക്കാരനായോ? നിന്റെ ഈ സമൂഹത്തിന് നീ കാവൽക്കാരനായോ? കാവൽക്കാരാ രാത്രി എന്തായി എന്നുള്ള അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ നാം പതറാതിരിക്കണമെങ്കിൽ, ആ സ്നേഹത്തോടെ അവൻ്റെ സന്തോഷത്തിലേക്ക്, അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊന്ന് ഒരുങ്ങണം. നമ്മൾ ഒരിക്കലും അലസരായിരിക്കും. നമ്മുടെ മനസ്സിനെ അലസതയ്ക്ക് വിട്ടുകൊടുക്കരുത്. രണ്ടാമത്തെ കാര്യമാണ്, നമുക്ക് അസൂയ ഒരു കാരണവശാലും ഉണ്ടാകരുത്. നാം കാണുന്ന ഏവരുടെയും അഭിവൃദ്ധിയിൽ നാം സന്തോഷിക്കുന്നവരാവണം. നമ്മൾ കൃപയുള്ളവരായിരിക്കണം. നമ്മൾ കർത്താവിന് സ്തുതി പറയുന്നവരായിരിക്കണം. എപ്പോഴും സ്തുതി പറയാം. നമുക്ക് അവകാശമില്ല പ്രിയരെ. നമ്മൾ എന്നോ മരിച്ചു പോകേണ്ടവരായിരുന്നു. എന്തോ ഈ പിശാചിൻ്റെ പിടിയിൽ കിടന്നവരല്ലേ, നാം ചേറ്റിലയിൽ കിടന്നവരല്ലേ. എന്നാൽ കർത്താവിൻ്റെ സ്നേഹമല്ലേ നമ്മളെ വിളിച്ച് തിരഞ്ഞെടുത്തത്. അത് നമുക്ക് മറക്കാൻ പറ്റുമോ? മരണം വരെ നമുക്ക് മറക്കരുത്. മരണം വരെ മറന്നാൽ കർത്താവ് സഹിക്കില്ല. നമുക്ക് അസൂയപ്പെടാൻ ഒരവകാശമില്ല. വെളിമ്പറമ്പിൽ നിന്ന് കിടന്നിരുന്ന് നമ്മളെ വിളിച്ച് അവൻ്റെ വേലത്തോട്ടം, അവൻ്റെ മനോഹരമായ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്കാക്കിയെങ്കിൽ അത് അവൻ്റെ വലിയൊരു ദയയാണ്, അവൻ്റെ വലിയൊരു കരുണയാണ്. അത് നമുക്ക് അസൂയപ്പെടാൻ ഇനി അസൂയ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു അവിശ്വസ്തത നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഏത് സ്ഥലത്ത് ജോലി ചെയ്താലും, ആരെവിടെയെങ്കിലും ജോലി ചെയ്താലും, ഞാൻ 100% വിശ്വസ്തനായിരിക്കും എന്നൊരു വാക്ക് കർത്താവിനോട് അവൻ തൻ്റെ ഏകാന്തതയിൽ പറയുന്നവന്. ചെയ്യുന്ന ജോലി എന്താണെങ്കിലും അത് അങ്ങേയറ്റം വിശ്വസ്തയോടുകൂടി ചെയ്യുന്നവനായിരിക്കും എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാം. കർത്താവിനോടൊരു വാക്ക് പറയാം. കർത്താവേ, നീ എന്നെ ഇത്രകാലം സ്നേഹിച്ചല്ലോ, ഇവിടം വരെ കൊണ്ടുവന്നല്ലോ, ഇന്നയോളം നടത്തിയല്ലോ, എന്നെ കരുതിയല്ലോ, എന്നെ നീ ഒരു പോറൽ പോലും ഇല്ലാതെ ഇവിടം വരെ കൊണ്ടുവന്നല്ലോ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറയെ നീ നോക്കിയല്ലോ, നിന്നെ ഞാൻ അങ്ങേയറ്റം സേവിക്കും, വിശ്വസ്തയോടെ സേവിക്കും എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞാൽ നല്ല കാര്യമാണ്. താരതമ്യം നമ്മുടെ ജീവിതത്തിൽ പാടില്ല പ്രിയരെ. താരതമ്യം, ഒരു കമ്പാരിസൺ നമുക്ക് പാടില്ല. ആ കമ്പാരിസൺ കൊണ്ട് എന്താണ് പ്രയോജനം? എന്താണ് നമ്മുടെ പ്രയോജനം? മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ ആരാണ്? നമ്മൾ വ്യത്യസ്തരാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കഴിവുകൾ വ്യത്യസ്തമാണ്, നമ്മുടെ താലന്തുകൾ വ്യത്യസ്തമാണ്, നമ്മുടെ അവസരങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എവിടെ ആക്കിയിരിക്കുന്നോ, നാം എവിടെ ആയിരിക്കുന്നോ, എവിടെയാണോ നട്ടത് അവിടെ നമ്മൾ വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരായി കർത്താവിൻ്റെ ആ സ്നേഹം, സന്തോഷം, സമാധാനം, ഇതെങ്ങനെയുള്ള കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നിന്നാലോ സ്വർഗ്ഗം സന്തോഷിക്കും പ്രിയരെ. സ്വർഗ്ഗം സന്തോഷിക്കും. നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ പെറുവെറുപ്പ് എന്നൊരു വാക്കില്ല. പിറുവിറുപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യം കർത്താവ് സഹിക്കുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി. ഈ ചെറുകുറുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവരെ നമ്മൾ പിടിച്ചു തരുവിൻ. ആ ചെറുകുറുക്കന്മാരെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ, അവരെ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിച്ച് ഈ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന, ഈ മുന്തിരിയുടെ നല്ല ഫലങ്ങൾ നശിപ്പിക്കുന്ന ഈ ചെറുകുറുക്കന്മാരെ പിടിച്ച് നമ്മൾ നശിപ്പിച്ചാൽ, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നരുളി ചെയ്തവൻ്റെ ആ നല്ല വാക്യത്തിനും ചെവി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ പുണ്യാഹ രക്തം ഒഴുകി വരുന്ന കുരിശിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അവൻ്റെ ആ സർവരെയും കരുതുന്ന ആ ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാ മനുഷ്യരെയും ആ രക്ഷാകര ദൗത്യത്തിലേക്ക്, അവൻ്റെ രക്ഷാകരമായ ആ നീതിയിലേക്ക് കൊണ്ടുവരുന്ന ആ രക്തത്തിൽ ആശ്രയിച്ച്, ആ പുണ്യാഹ രക്തത്തിൽ ആശ്രയിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ അവൻ്റെ നിത്യരാജ്യത്തിലേക്ക്, അവൻ്റെ സ്വർഗരാജ്യത്തിലേക്ക്, മുമ്പന്മാർ മുമ്പരമ്പന്മാരാകുന്ന അവൻ്റെ ആ വലിയൊരു വാണിങ് നമ്മൾ ഹൃദയത്തിൽ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവത്തോട് നമ്മുടെ ഹൃദയം താഴ്ത്തി നമുക്ക് ദൈവത്തോട് സദാ പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.